ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ ടൈപ്പുകൾ പഠിച്ചു. ഇന്ന് പുതിയൊരു ടൈപ്പാണ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് വിശന്നിരിക്കുകയാണ്, നമുക്ക് ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഫുഡ് വന്നു. ബിരിയാണിയാ, ചോറ, പൊറോട്ട, എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ, എന്ത് സാധനമെങ്കിലും വന്നോട്ടെ. ഇപ്പോൾ ബിരിയാണി വന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുറേശ്ശെ ആയിട്ട് എടുത്ത് കഴിക്കും, അല്ലേ? അതല്ലാതെ വന്ന പ്ലേറ്റ് എടുത്തിട്ട് ഒരൊറ്റ വിഴുങ്ങലാണോ വിഴുങ്ങുന്നത്? അല്ല, നമ്മൾ ഓരോരോ ഉരുളകളായിട്ടായിരിക്കും കഴിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഓരോരോ പിടിയായിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം കൂടി പോകത്തില്ല, കുറേശ്ശെ ആയിട്ടേ പോകുള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻ്റഗ്രേഷൻസിലെ അല്ലെങ്കിൽ ഇൻ്റഗ്രൽസിലെ ഓരോരോ ടൈപ്പുകൾ. ഒരു ദിവസം രാത്രി ഇരുന്ന് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഈ സാധനം കുറേശ്ശെ ആയിട്ട് കഴിക്കണം. അപ്പോൾ ഇനി പുതിയ കുറച്ച് ടൈപ്പുകളിലേക്ക് കയറുവാണ്. ടൈപ്പിൻ്റെ പേര് സ്പെഷ്യൽ ഫങ്ഷൻസ്. ഇതെല്ലാം കൂടി ഒറ്റ ദിവസം ഇരുന്ന് കഴിക്കാൻ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഇത് കുറേ ഉണ്ട്. നമുക്ക് കുറേശ്ശെ ആയിട്ട് ഞാൻ കഴിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരോ ടൈപ്പുകൾ ടൈപ്പായിട്ട് തന്നെ പഠിക്കുക. ഇത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇത് കൃത്യ ഓർഡറിലല്ലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഇതിനൊരു ഓർഡർ ആക്കിയേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടൈപ്പിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് ടൈപ്പ് 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ കുറച്ചുണ്ട്. അതിൻ്റെ ആദ്യത്തെ 3 എണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം, ആദ്യത്തെ 3 എണ്ണം. അപ്പോൾ ഈ ഇക്വേഷൻസ് എവിടെ കണ്ടാലും ഓർമ്മ വരണം. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ഓർക്കണ്ട, ഈ സാധനം എങ്ങനെ ഇരിക്കുന്നെന്ന് ഓർത്താൽ മതി. ഇതേ ഇൻ്റഗ്രൽ dx/x² + a², ഇൻ്റഗ്രൽ dx/x² - a², ഇൻ്റഗ്രൽ dx/a² - x². 3 സെറ്റ്, 3 എണ്ണം മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉത്തരം പഠിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഓർത്തിരുന്നത്. മേളിൽ dx അല്ലെങ്കിൽ 1 ഒന്നുമില്ല, മേളിൽ dx മാത്രം വന്നിട്ടുള്ളതാണ്. താഴത്ത് വന്നിട്ടുള്ളത് എക്സിൻ്റെ ഒരു സ്ക്വയറും വന്നിട്ടുണ്ട്, എയുടെ ഒരു സ്ക്വയറും വന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ x² + a² എന്ന് വരാം, അല്ലെങ്കിൽ x² - a² എന്ന് വരാം, അല്ലെങ്കിൽ ഇത് തിരിച്ച് a² - x² എന്ന് വരാം. ഇങ്ങനെ ആ ഫോർമാറ്റ് മനസ്സിലായല്ല. ഒരു x² പിന്നെ ഒരു നമ്പർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ഇക്വേഷൻസ് വെച്ചാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ശ്രദ്ധിക്കണം, പ്ലസ് ഇട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ 1/a tan 1x/a + c പഠിച്ചോളണം, കേട്ടല്ലോ. ഇനി ഈ x² + a² വരെ x² - a² ആണ് വരുന്നതെങ്കിൽ ചെറിയൊരു മാറ്റമുണ്ട്. 1/2a ലോഗ് മോഡുലസിൻ്റെ അകത്ത് ഇവിടെ എന്താണോ വന്നത് x - a മേളിൽ അതിൻ്റെ തന്നെ ചിഹ്നം മാറ്റി താഴെ. ഇപ്പം എന്താണ് 1/2a ലോഗ് മോഡ്, ഇവിടെ എന്താണോ വന്നത് അത് തന്നെ മേളിൽ അതിൻ്റെ ചിഹ്നം മാറ്റി താഴെ. +c പഴയതുപോലെ തന്നെ. അടുത്തതും നോക്കിയേ, മൈനസ് വരുന്ന 2 എണ്ണം ഒരേപോലെയാണ്. ഇവിടെ x² - a² ആയതുകൊണ്ട് ഇങ്ങനെ, a² - x² ആകുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. 1/2a ലോഗ് മോഡ് അതുപോലെ തന്നെ. ഇവിടെ a² - x² വന്നുകൊണ്ട് a - x അല്ല മേളിൽ, ഇതിൻ്റെ പ്ലസ് മേളിൽ വരും. അതായത് a + x/a - x + c താഴെ, കേട്ടല്ലോ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ ഇത് ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചോ. നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ 3 സെറ്റാണ് നമ്മൾ പറയുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ മനസ്സിലാക്കേണ്ടത് നോക്കി, താഴെ ഒരു എക്സും ഒരു നമ്പരും, ഒരു എക്സും ഒരു നമ്പരും. അത് ഒന്നെങ്കിൽ പ്ലസ് ഇട്ട് വരാം, ഒന്നെങ്കിൽ മൈനസ് ഇട്ട് വരാം, അത് തിരിഞ്ഞും വരാം. പ്ലസ് ഇട്ട് വന്നാൽ 1/a tan 1x/a, മൈനസ് ഇട്ട് വന്നാൽ 1/2a ലോഗ് മോഡ്, പിന്നെ വരുന്നത് ചെറിയൊരു വ്യത്യാസം. ഇത് കാണാതെ പഠിക്കണം. അപ്പോൾ ഇത് ഏത് മോഡൽ ഇക്വേഷൻ ആണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നോക്കിയടാ, dx/x² + 5a². എടാ എയ്ക്ക് പകരം 5 വന്നേക്കണം. ഇങ്ങനെ വന്നാൽ ഈ മോഡലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലെങ്കിൽ dx/x² - 3a². നോക്കി, ഒരു നമ്പരും ഒരു എക്സും. അല്ലെങ്കിൽ dx/2² - x². ഇങ്ങനെ മനസ്സിലായല്ലോ, ഈ മോഡൽ മനസ്സിലായല്ലോ. പ്ലസ് ഇട്ട് വരാം,
മൈനസ് ഇട്ട് വരാം, മൈനസ് ഇട്ട് രണ്ടെണ്ണം വരാം, ഒന്ന് എക്സ് വരാം, ഒരു നമ്പരും വരാം. ഇങ്ങനെ വരുന്ന മോഡലാണ് നമുക്ക് ഈ ടൈപ്പിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് 3 കാണാതെ പഠിക്കണം. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ എന്താണ്? ഒരേ മോഡൽ രണ്ടെണ്ണം 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇനി ഡി എക്സ് ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ 1/2a ലോഗ് മോഡ് ഒന്ന് തിരിക്കണം, എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം. ഇതിൻ്റെ ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു എടാ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദേ നമ്മുടെ ഇക്വേഷൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതെ ഒന്നാമത്തെ ചോദ്യം ഒരെണ്ണം ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ വരാം: ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5a സ്ക്വയർ എന്ന് വരാം. എടാ ഇതെങ്ങനെ ചെയ്യും? സിമ്പിൾ. ഇവിടെ നോക്കിയേ, എക്സ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്, എക്ക് പകരം 5 വന്നിട്ടുണ്ട്, നടുക്ക് പ്ലസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷൻ ഒന്ന് നമുക്ക് എഴുതിയേക്കാം, ഓർത്തിരിക്കാൻ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മോഡലിൽ ഇക്വേഷൻ എഴുതുക. ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇക്വേഷൻ എന്താണ്? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണ്? എക്ക് പകരം എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിൻ്റെ സ്ക്വയർ ആണോ വന്നിട്ടുള്ളത് അതാണ് എ. 5ന്റെ സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എ എത്രയാണ്? 5. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പോകാമല്ലോ നമുക്ക്. അപ്പോൾ എന്ത് വരും? 1/aക്ക് പകരം 5 കൊടുത്തു, ടാൻ ഇൻവേഴ്സ് എക്സ് അത് തന്നെയാണ്, എക്സ് ബൈ 5 പ്ലസ്. ഇത്ര ഉള്ള ഭയങ്കര എളുപ്പമല്ലേ? വേറൊരെണ്ണം നോക്ക്. രണ്ടാമത്തത് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 3a സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം അല്ലേ? ഇത് ഏത് മോഡലാണ്? എക്സ് സ്ക്വയർ ആദ്യം, എ സ്ക്വയർ രണ്ടാമത്. ഏതാണ്? ഈ മോഡലല്ലേ? നോക്ക്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതിയേക്കാം അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ എക്ക് പകരം വന്നിട്ടുള്ള നമ്പർ എത്രയാണ്? 3. എക്സ് എന്ത് തന്നെയാണ്? എക്സിന് പകരം ഇവിടെയും എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. 1/2a ആണ്. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ എത്രയാണ്? 3. ലോഗ് മോഡ് എക്സ് അത് തന്നെയാണ്, മൈനസ് എ എത്രയാണ്? 3 ബൈ എക്സ് പ്ലസ് എ എത്രയാണ്? 3 സി. അപ്പോൾ ആൻസർ ഒന്നുകൂടി നീറ്റായിട്ട് എഴുതാൻ എന്താണ്? 1/2 × 3 എത്രയാണ്? 6 ലോഗ് മോഡ് എക്സ് മൈനസ് 3 ബൈ എക്സ് പ്ലസ് 3 പ്ലസ് സി. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? ഇതേ 1-2 ക്വസ്റ്റ്യൻ കൂടി നോക്കി. അടുത്തൊരു ചോദ്യം നോക്കിയടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ മൂന്നാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16 ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ സ്ക്വയർ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ആക്കി എഴുതണം അല്ലേ? ഇവിടെ സ്ക്വയർ ആക്കി എഴുതിയാൽ നമ്മുടെ മോഡലാവൂലേ? അപ്പോൾ എങ്ങനെ വരും? ഡി എക്സ് ബൈ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 16 നമുക്ക് 4a സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ലടാ. സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ അല്ലേ? ഇപ്പം ഏത് ഫോമായത്? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമായില്ലേ? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. കഴിഞ്ഞു. അപ്പോൾ ആൻസർ എഴുതാം. ഇവിടെ എക്സ് എത്രയാണ്? എക്സ് തന്നെയാണ് അല്ലേ? എക്സ് തന്നെയാണ്. എ എത്രയാടാ? എ ഇവിടെ 4 ആണ് അല്ലേ? 16 എഴുതരുത്, 16 എഴുതിയാൽ തെറ്റി. എ എന്തിൻ്റെ സ്ക്വയർ ആണോ അതാണ് എ. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ 1/2 ഇൻറ്റു എ എത്രയാണ്? 4 ലോഗ് മോഡ് എക്സ് അത് തന്നെ, മൈനസ് എ എന്ന് പറഞ്ഞാൽ 4, എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് സി അതുപോലെ തന്നെ. ഒന്ന് നീറ്റായിട്ട് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 4 എത്രയാണ്? 8 ലോഗ് മോഡ് എക്സ് മൈനസ് 4 ബൈ എക്സ് പ്ലസ് 4 പ്ലസ് സി. അപ്പോൾ ഇതാണ് ആൻസർ. ഒരു ചോദ്യം കൂടി ചെയ്യാം. ഇനി ഇങ്ങനൊരു ചോദ്യം വന്നാലോ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 5 മൈനസ് എക്സ് സ്ക്വയർ.
അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വെറുതെ ഒരു നമ്പർ വന്നാൽ പോരാ, സ്ക്വയർ വരണം. 5 എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആണോ നമുക്കറിയാമോ? നമുക്ക് കൃത്യമായിട്ടൊരു റൂട്ട് കിട്ടില്ലെന്നുള്ളൂ. പക്ഷെ ഓർത്ത് നോക്കിയേ, dx/5 നമുക്ക് √5ന്റെ സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ലടാ. √5ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 5 ആവൂലേ? മൈനസ് എന്തുണ്ട്, x². അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഏത് ഫോമാണ് അത് നോക്കിയേ, ഇന്റഗ്രൽ dx/a² - x² എന്ന് പറയുന്ന ഫോം അല്ലേ? ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞേ? 1/2a log mod a + x/a - x + c. ഈ അവസാനത്ത് അല്ലെ? അപ്പൊ ഇവിടെ x എത്രയാണ്? x തന്നെയാണ്. a എത്രയാണ്? 5 ആണോ? അല്ല, എന്തിന്റെ സ്ക്വയർ ആണോ എടുത്തേക്കുന്നത് അതാണ് a. അപ്പൊ ആൻസർ എങ്ങനെ വരും? 1/2a അല്ലേടാ. ഇപ്പൊ 2 × √5 log mod x അല്ലല്ല a + x. a എത്രയാണ്? √5 + x /√5 - x + c. ഇനി വേണമെങ്കിൽ ഒന്ന് ഇത് നീറ്റായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1/2 × √5 എത്രയാണ്? 2√5. പിന്നെ എന്ത് വരും? log mod √5 + x /√5 - x + c. ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമല്ലേ? ഇനി ഒരു മോഡൽ കൂടി ചോദിക്കാം, ഇത് ശ്രദ്ധിച്ച്, ഇമ്പോർട്ടൻ്റ് ആണ്. എടാ അത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാലോ? ഇത് നോക്കി, ഇന്റഗ്രൽ dx/x + 3 2 + 16. ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ dx/x + 3 2 + 16 നമുക്ക് 4² എന്ന് എഴുതാം അല്ലേ? എടാ ഇവിടെ നോക്കി, ഇവിടെ ഈ x + 3 എന്തിനു പകരം കിടക്കുന്നത്? എക്സിന് പകരം. എക്ക് പകരം ഇവിടെ എത്രയാണ്? 4 അല്ലേ? ഈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ. അപ്പൊ ഇത് ഏത് ഫോർമാറ്റ് ആണ്? ഈ എക്സ് മാറി വന്നിട്ടുണ്ട്, x + 3 ആണ് എക്സിന് പകരം കിടക്കുന്നത് എന്ന് കരുതി ഇത് വേറെ മോഡലൊന്നുമല്ല. x + a², ആ മോഡൽ അല്ലേ? അതായത് dx/x² + a². ഇതിന്റെ ആൻസർ എന്തായിരുന്നു? dx/x² + a² ആൻസർ എന്തായിരുന്നു പറഞ്ഞേ? 1/2a log mod x. പ്ലസ് അല്ലല്ലോ, പ്ലസ് ആണ്. 1/2a പ്ലസ് വന്നാൽ 1/2a ഒന്നുമല്ല, പ്ലസ് വന്നാൽ എന്താണ്? 1/a tan 1 x/a + c. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ x എന്താണ്? എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് x + 3 ആണ്. എക്ക് പകരം ഇവിടെ എത്രയാണ്? 4. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ തെറ്റിക്കരുത്. 1/a എത്രയാണ്? 4. tan 1 എക്സിന് പകരം ഇവിടെ എന്താണ്? x + 3 ആണ്, മറക്കരുത്. ബൈ a എത്രയാണ്? 4 തന്നെ, പ്ലസ് മറന്നു പോകരുത്. അപ്പൊ എക്സിന് പകരവും സാധനം മാറി വരാം. ഇത്ര ഉള്ളടാ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് കാണാതെ പഠിക്കണം, വേറെ കാര്യമൊന്നുമില്ല. ഇത് 3 കാണാതെ പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ, ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല കേട്ടല്ലോ. കൃത്യമായിട്ട് പഠിച്ചിട്ട് വരണം. വളരെ ചെറിയ പോർഷൻസ് ആയിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടല്ലോ. അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്